ഒന്ന് പത്രോസ് 5-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിലനിൽക്കുവിൻ. തക്ക സമയം അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഭാരങ്ങളും ഉൾക്കണ്ടകളും അവനിൽ ഭാരമേൽപ്പിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ അവൻ നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. ശത്രുവാകുന്ന പിശാച് ആരെ വിഴുങ്ങണം എന്ന് അലറിപ്പാഞ്ഞു നടക്കുകയാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവനെ തോൽപ്പിക്കുവിൻ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അനുദിനം നമ്മോടരുൾ ചെയ്യുന്ന ദൈവമിതാ പരിശുദ്ധ കുർബാനയിൽ ഭാരങ്ങളും ഉൾക്കണ്ടകളും നീക്കി വേദനകളും ശാരീരിക അസ്വസ്ഥതകളും രോഗങ്ങളെയും നീക്കി എല്ലാ തകർച്ചകളിൽ നിന്നും രക്ഷിക്കുന്ന കരുണയുള്ള ദൈവമിതാ തിരുവോസ്തിയിലും വിടുതലിന്റെയും സൗഖ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നിമിഷങ്ങളാണ് ആരാധന. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ തിരുവോസ്തിയിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മെ സ്പർശിക്കുന്ന കരുണയുള്ള ദൈവം, ആ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് അന്ധനായ ബർത്തമിയോസ് വിളിച്ചതുപോലെ വിളിക്കുക. അവിടുന്ന് വിളി കേട്ട് നമ്മെ സ്നേഹിച്ചരികിലേക്ക് വരുന്ന ദൈവമിതാ തിരുവോസ്തിയിലും ഇന്ന് നാം എന്തിനു വേണ്ടി കരയുന്നുവോ, നെടുവീർപ്പിടുന്നുവോ, സങ്കടപ്പെടുന്നുവോ, വിലപിക്കുന്നുവോ, തളരുന്നുവോ എല്ലാം അറിയുന്ന ദൈവമിതാ നമ്മുടെ മധ്യയിലും വിശ്വാസത്തോടെ സമർപ്പിക്കുമ്പോൾ ഏറ്റെടുക്കുന്ന കരുണയുള്ള ദൈവം, ആ ദൈവമാണ് നമ്മുടെ രക്ഷകൻ. അപ്പോസ്തല പ്രവർത്തനം 4:12 വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പറഞ്ഞു: ആകാശത്തിൻ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പിതാവായ ദൈവം ലോകരക്ഷയ്ക്കായി ഒരേ ഒരു നാമമേ നൽകിയിട്ടുള്ളൂ. ആ നാമം യേശുനാമം. ഇതാ കുർബാനയായി തീർന്നവൻ, ജീവന്റെ അപ്പമായി മാറിയവൻ, എന്നും നമുക്ക് വേണ്ടി പരിശുദ്ധ ബലിപീഠത്തിൽ മുറിയപ്പെടുന്ന ജീവന്റെ അപ്പം. ഈ സ്നേഹത്തിലാണ് നാം അലിയേണ്ടത്. ഈ സ്നേഹത്തിനാണ് നാം ദാഹിക്കേണ്ടത്. ഈ സ്നേഹത്തോടൊപ്പമാണ് നാം വസിക്കേണ്ടത്. ഒരിക്കലും നമ്മിൽ നിന്നും അകലാത്ത ദൈവം, ഒരിക്കലും നമ്മെ തള്ളിക്കളയാത്ത ദൈവം, ഏത് പാപിക്കും എപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു നാമം യേശുനാമം. നിലവിളിക്കുന്ന മക്കളുടെ നിലവിളി കേട്ട് അരികിൽ വന്ന മാറോട് ചേർത്ത് സ്നേഹിക്കുന്ന ഒരേ ഒരു രക്ഷകൻ യേശു ക്രിസ്തു. അപ്പോസ്തല പ്രവർത്തനം 16:31 കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷ തരുന്നവനെ വിളിക്കുക, രക്ഷ തരാത്ത ലോകത്തെ വിളിക്കരുത്. ഹല്ലേലൂയ.